അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾ അത് തിരിച്ച് സ്കാൻ ചെയ്യുന്നതോടുകൂടി കൗണ്ടിംഗ് ഡേയിലെ ആക്ടിവിറ്റി കഴിയുന്നതായിരിക്കും. ഇപ്പൊ പാർലമെന്റ് ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ സ്ലൈഡിൽ ഇപ്പം റെസ്പോൺസിബിലിറ്റീസ് മാറിയിട്ടുണ്ട്. ടേബിൾ വൈസ് EVM വോട്ട് എൻട്രിയും റൗണ്ട് ഡിക്ലറേഷനും ചെയ്യുന്നത് ARO ആണ്. പോസ്റ്റൽ ബാലറ്റ് എൻട്രിയും റിസൾട്ട് ഡിക്ലറേഷനും ചെയ്യുന്നത് RO ആണ്. ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു, റൗണ്ട് ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. റൗണ്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ആ റൗണ്ടിൽ വന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ ഫൈനലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം വൺസ് നിങ്ങൾ റിസൾട്ട് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും ഇപ്പൊ ഈ CEO പോലും അത് ഇനേബിൾ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് രണ്ട് ഫൈനലൈസേഷൻ ഉണ്ട്. ഒന്ന് EVM വോട്ട് എൻട്രിയുടെ ഫൈനലൈസേഷനും ഉണ്ട്, പോസ്റ്റൽ ബാലറ്റ് വോട്ട് എൻട്രിയുടെ ഫൈനലൈസേഷനും ഉണ്ട്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റൽ ബാലറ്റ് RO ആണ് ഫില്ല് ചെയ്യേണ്ടത്. അത് അസംബ്ലി ആയാലും പാർലമെന്റ് ആയാലും ആ പോസ്റ്റൽ ബാലറ്റ് എത്തുന്നത് ROയുടെ കസ്റ്റഡിയിലോട്ടാണ്. അപ്പൊ ROയുടെ ടീമാണ് അത് കൗണ്ട് ചെയ്ത് ആ പോസ്റ്റൽ ബാലറ്റ് എൻട്രി വരുത്തേണ്ടത്. ഒരു പക്ഷേ EVM വോട്ട് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാരലി നമ്മൾ പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യും. പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്ത് നമുക്ക് ഒരു കൗണ്ട് കിട്ടും. നമ്മൾ അത് എൻട്രി ചെയ്യും. എൻട്രി ചെയ്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉടനെ തന്നെ നിങ്ങൾ അതങ്ങ് ഫൈനലൈസ് ചെയ്യരുത്. നിങ്ങൾ ആ EVM വോട്ടും ഫൈനലൈസ് ആയി വന്നതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഫൈനലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിലൊരു ഉദാഹരണം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നമുക്കൊരു ക്ലോസ് മത്സരമായിരുന്നു. അതിനകത്ത് റീകൗണ്ടിങ് വന്നു. റീകൗണ്ടിങ് വന്നപ്പോൾ ഈ പോസ്റ്റൽ ബാലറ്റ് രാവിലെ ഇവർ ഫൈനലൈസ് ചെയ്ത് വെച്ചു. EVM വോട്ടൊക്കെ കൂടി എണ്ണി വന്നപ്പോഴാണ് റീകൗണ്ടിങ്ങിന്റെ ഒരു ആവശ്യകത വന്നതും എല്ലാം. പക്ഷേ ഈ റീകൗണ്ടിങ്ങിൽ ഏതാണ്ട് ഒരു വോട്ടിന്റെ വ്യത്യാസം പോസ്റ്റൽ ബാലറ്റിൽ വന്നു. പക്ഷെ അവർ ഫൈനലൈസ് ചെയ്തു പോയി. ഇതൊരിക്കലും തിരുത്താൻ പറ്റില്ലെന്നല്ല അതിന്റെ അർത്ഥം. തെറ്റ് പറ്റാം, തിരുത്താൻ പറ്റും. പക്ഷെ അതിലെ പ്രശ്നം എന്ന് പറയുന്നത് അത് ഇവിടുന്ന് നിങ്ങൾ ഞങ്ങളെ അറിയിച്ച്, ഞങ്ങളത് ECIയിൽ അറിയിച്ച്, ECIന്ന് അത് അവർ വെറുതെ ഇനേബിൾ ചെയ്യില്ല. ഇവിടുന്ന് ഒരു കത്തായിട്ട് തന്നെ പോകണം, CEO ലെവലിൽ തന്നെ പോകണം. അത് അവിടെ നിന്ന് ഡിസേബിൾ ചെയ്ത് തരുമ്പം നമ്മുടെ ഒരു 1.5 hours അവിടെ ചിലപ്പം നഷ്ടപ്പെടാം. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അത് ഈ പോസ്റ്റൽ ബാലറ്റും EVM ഒരുമിച്ച് ഫൈനലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമേ പോസ്റ്റൽ ബാലറ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നിങ്ങൾ അത് ഫൈനലൈസ് ചെയ്താലും മതിയാവും. രണ്ടും ഒരുമിച്ച് ഫൈനലൈസ് ചെയ്താലും മതിയാവും. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ബൂത്തിൽ നമുക്ക് വോട്ടിംഗ് മെഷീൻ കേടായി അത് മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ബൂത്തിൽ ചെന്ന് അവിടെ 0 എൻട്രി ചെയ്ത് സേവ് ചെയ്യരുത്. അതായത് നിങ്ങൾ ഇപ്പം ഒരു മെഷീൻ കേടായതിനു ശേഷം നിങ്ങൾ ആ മെഷീൻ കേടായി മാറ്റി വെക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ ടേബിളിൽ നിൽക്കുവാണ്, ആ ബൂത്തിൽ നിൽക്കുവാണ്. നിങ്ങൾ ഓരോ സ്ഥാനാർത്ഥിക്കെതിരെയും 0 മാർക്ക് ചെയ്തല്ല അത് മറികടക്കേണ്ടത്. നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഒന്നും മാർക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. 0 എന്നുള്ളൊരു ന്യൂമറിക്കൽ വാല്യൂ അവിടെ എൻ്റർ ചെയ്യരുത്. കഴിഞ്ഞ വർഷം ചെയ്തവർക്കും ഒക്കെ അറിയാവുന്ന കാര്യമായിരിക്കാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്ത് പോവുക. സ്കിപ്പ് ചെയ്ത് പോയി നിങ്ങൾ അടുത്ത ഇപ്പം 3ാമത്തെയോ 4ാമത്തെയോ റൗണ്ടിൽ നിൽക്കുമ്പോഴായിരിക്കും ഈ മെഷീൻ റെഡിയായി വരുന്നത് എന്ന് എണ്ണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ കൗണ്ട് ചെയ്ത് വരുന്ന ഡേറ്റ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചു പോയി നിങ്ങൾക്ക് എൻട്രി ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ തിരിച്ചു പോയി, ഇപ്പൊ റൗണ്ട് 2 ഒരു വോട്ടിംഗ് മെഷീൻ ആണ് കംപ്ലൈന്റ് ആയത്, നിങ്ങൾ റൗണ്ട് 5 നിന്നാണ് നിങ്ങൾ തിരിച്ചു പോയി റൗണ്ട് 2 അത് പിന്നീട് ശരിയാക്കിയതിന് ശേഷം എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ റൗണ്ട് 2 തൊട്ട് താഴോട്ടുള്ള എല്ലാം നിങ്ങൾ വീണ്ടും പ്രിവ്യൂ ആൻഡ് പബ്ലിഷ് എടുത്ത് വീണ്ടും പബ്ലിഷ് ചെയ്യണം. കാരണം ക്യാരി ഫോർവേഡ് ഫ്രം പ്രീവിയസ് റൗണ്ട് എന്ന് പറഞ്ഞ് ടാബുലേഷൻ ഷീറ്റിനകത്ത് ഒരു കോളം ഉണ്ട്. അതിലോട്ട് ഈ പഴയ കൗണ്ടുകളായിരിക്കും കിടക്കുന്നത്. അത് പുതിയ കൗണ്ട് വരാൻ വേണ്ടി ഒന്നുകൂടെ പറയാം, റൗണ്ട് 2 ഒരു മെഷീൻ കംപ്ലൈന്റ് ആയി, നിങ്ങൾ റൗണ്ട് 5 നിൽക്കുവാണ്. റൗണ്ട് 5 നിങ്ങൾ നേരെ റൗണ്ട് 2 പോയി ആ ചേഞ്ച് വരുത്തി അത് പബ്ലിഷ് ചെയ്ത് തിരിച്ചു വന്ന് നിൽക്കരുത്. റൗണ്ട് 3 റൗണ്ട് 4 റൗണ്ട് 5 വീണ്ടും എടുത്ത് ചുമ്മാ പബ്ലിഷ് ചെയ്തിരിക്കണം. എന്നാലേ ആ വാല്യൂ കറക്റ്റ് ആവുള്ളൂ. ഇനി ഇതല്ല, നിങ്ങൾ റൗണ്ട് 10 റൗണ്ട് ഉണ്ട്, 10ാമത്തെ റൗണ്ടിൽ നിൽക്കുകയാണ്, 1ാമത്തെ റൗണ്ടിലാണ് ഈ പറയുന്ന മെഷീന്റെ പ്രശ്നം ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. നിങ്ങൾ ലാസ്റ്റ് ഏതെങ്കിലും ടേബിൾ വേക്കന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേബിളിൽ എൻട്രി ചെയ്യാം. അതല്ല ഫൈനലായിട്ട് റൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. ആ ബൂത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് എൻട്രി വന്നിരിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ റിസൾട്ട്സിന്റെ കാര്യം പറയാം. റിസൾട്ട്സ് നിങ്ങൾക്ക് results.eci.gov.in എന്നുള്ള വെബ്സൈറ്റിലോട്ടായിരിക്കും റിസൾട്ട്സ് ഫെച്ച് ആവുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോ റൗണ്ട് പബ്ലിഷ് ചെയ്യുമ്പോഴും ആ റിസൾട്ട് ഇതിലോട്ട് ഫെച്ച് ആയിക്കോളും. നിങ്ങൾ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും ഈ റിസൾട്ട്സ് എന്ന് പറഞ്ഞ സൈറ്റിന്റെ അകത്തോട്ട് ഫെച്ച് ആയിട്ടുണ്ടാവും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം, എനിക്ക് തോന്നുന്നു കൗണ്ടിങ് ഹാളിൽ നിങ്ങൾ ഡിസ്പ്ലേക്ക് ഇടാൻ പോകുന്നത് ചിലപ്പോൾ ട്രെൻഡ്സ് TV ആയിരിക്കാം. ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു TV ഉണ്ട്. അതിന്റെ SOP പിന്നെ വരത്തേ ഉള്ളൂ. അത് ഞാൻ കൺസേൺ നോഡൽ ഓഫീസേഴ്സായിട്ട് ഷെയർ ചെയ്യാം. അത് നമ്മൾ ഈ പറയുന്ന പോലെ അതിന് കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്.
അതാണ് ട്രെൻഡ്സ്. അപ്പൊ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് പബ്ലിക് അറിയാൻ പോകുന്നത് results.eci.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കൂടെ ആയിരിക്കും. ട്രെൻഡ്സ് നമ്മുടെ കൗണ്ടിംഗ് ഹാളുകളിൽ മീഡിയയ്ക്കും മറ്റ് ആൾക്കാർക്കും കൊടുക്കാൻ വേണ്ടി, ഡിസ്പ്ലേ കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പോർട്ടലാണ്. ഇത്രയുമാണ് നമ്മുടെ എൻകോറിന്റെ അകത്തുള്ള കൗണ്ടിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ഒരു റിക്വസ്റ്റ് ECIക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടെസ്റ്റിംഗ് സൈറ്റിൽ നിന്നും നിങ്ങൾ ഡ്രസ് റിഹേഴ്സലിന് ചെയ്ത് കൗണ്ടുകളെല്ലാം ഇറേസ് ചെയ്ത് തന്ന് ഞങ്ങൾക്ക് ലൈവാക്കി ഒരു തവണ കൂടി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു പ്രൊവിഷൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെസ്പോൺസ് പെൻഡിങ് ആണ്, അവർ തരുമായിരിക്കാം. ആ റെസ്പോൺസ് കിട്ടുന്ന മുറയ്ക്ക് ഞാൻ ജില്ലകളിലോട്ട് അറിയിച്ചേക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ETBBMSലോട്ട് പോവാം. ഇതിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഫൈനലൈസേഷന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് തിരിച്ചു വന്ന് ഡാറ്റ എൻട്രി കറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു വറിയില്ല. ഫൈനലൈസേഷൻ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫൈനലൈസേഷൻ കൊടുക്കുക. ചിലപ്പോൾ ഒരു മെഷീൻ എണ്ണീന്ന് വരില്ല, മാർജിൻ മാർജിൻ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ എണ്ണീന്ന് വരില്ല. അതുകൊണ്ട് അത് സ്കിപ്പ് അടിച്ച് പോവുക. അതാണ് എന്റെ ലോജിക്ക്. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, റിസർച്ചിൽ കഴിഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങളെല്ലാം വെല്ലവെയർ ആയിരിക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോഡൽ ഓഫീസറോട് ചോദിച്ച് അല്ലെങ്കിൽ കൺസേൺ ആൾക്കാരോട് ചോദിച്ചതിന് ശേഷം ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയതിനു ശേഷം മാത്രം മുമ്പോട്ട് പോവുക. നമ്മൾ വോട്ടർ ടേൺ ഔട്ടിലും പറഞ്ഞത് തന്നെയാണ്, എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണ്, എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ആ ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ETBBMS സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ അജിഷ? കേൾക്കാം. ഓക്കെ ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ETBBMSലോട്ട് പോവാം. എനിക്ക് തോന്നുന്നു വയനാട് ARO ടീംസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ലീവ് ചെയ്യാം. കാരണം ഇത് ആറോയുടെ ആക്ടിവിറ്റിയാണ്. ആറോയ്ക്ക് മാത്രമേ ETBBMSനകത്ത് റോൾ ഉള്ളൂ. അവർക്ക് വേണമെങ്കിൽ ലീവ് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ETBBMS ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്തത് നമ്മൾ പോസ്റ്റൽ ബാലറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത സമയത്താണ്. എല്ലാവർക്കും ഓർമ്മയുണ്ട്. EPBയും പിന്നും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് അതിനുശേഷം നടക്കുന്നതിന് നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അതെല്ലാം സർവീസ് വോട്ടറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കാര്യങ്ങളും ചെയ്യുന്നതാണ്. അവർ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നതും തുടർന്ന് അവർ അയക്കുന്നതുമാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ആർഒന്റെ ഒരു ലോഗിൻ. ഇത് എക്സാമ്പിൾ, ഇത് നമ്മുടെ വയനാട് ആർഒയുടെ ഒരു ലോഗിനാണ്, ഡെമോ ലോഗിനാണ്. അപ്പൊ ഈ ലോഗിനിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ എത്ര സർവീസ് വോട്ടേഴ്സ് ഉണ്ടെന്നുള്ളത് കാണാം, എത്ര EPB ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണാം, എത്ര EPB പെൻഡിങ് എന്നുള്ളത് കാണാം. അപ്പം ഇത് നമുക്ക് ഈ ഡാഷ്ബോർഡ് തരുന്നതെന്ന് പറയുന്നത് നമുക്കൊരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 200